എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സിമ്പിളായ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളെല്ലാവരും ശരിക്കും ഓക്കെ ആണോ? നമ്മളെല്ലാവരും വളരെ മനസ്സമാധാനത്തോടെ ഹാപ്പി ആയിട്ടാണോ ജീവിക്കുന്നത്? ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം തന്നെയാണോ ശരിക്കും ജീവിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നത്? അല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അത് നിങ്ങൾ തന്നെയാണ്. ഞാനിത് പറയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നിയിട്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. കാര്യം ഞാൻ ഈ പറഞ്ഞത് 100% സത്യമാണ്. നിങ്ങൾ ശരിക്കും ഓക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. 2026 മാർച്ച് 19 റിലീസ് ചെയ്ത ദ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ലോകത്ത് 74% ആളുകൾ ആവറേജ് ഹാപ്പിനെസ് നിലവാരത്തിൽ താഴെ ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, ഇതൊരു ആവറേജ് കണക്കാണ്. അതിൽ തന്നെ 61% ആളുകൾ വിവിധ തരത്തിലുള്ള മാനസിക തകർച്ചയിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു ഗ്ലോബൽ സർവേ റിപ്പോർട്ടാണ്. അതിൽ തന്നെ എന്നെ ഏറെ ആശങ്കപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ സ്വന്തം രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ, വെറും 13% ആളുകൾ മാത്രമേ പൂർണ്ണമായ സന്തോഷവും സമാധാനവും അനുഭവിച്ച് ജീവിക്കുന്നുള്ളൂ. ബാക്കി 87% ആളുകളും ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളോ വിഷമങ്ങളോ വേദനകളോ അനുഭവിച്ച് ജീവിക്കുന്നവരാണ് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ എങ്ങോട്ടാണ് നമ്മുടെ മാനസികാരോഗ്യത്തിൻ്റെ പോക്ക്? നമ്മളിൽ ആരെങ്കിലും ഇക്കാര്യത്തിൽ ബോധവാന്മാരാണോ? ആരെങ്കിലും ഇത് ശ്രദ്ധിക്കാറുണ്ടോ? എന്നാൽ അടുത്ത ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. അത് മറ്റൊന്നുമല്ല, നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന 90% രോഗങ്ങളും സൈക്കോസൊമാറ്റിക് ഡിസീസുകളാണ് എന്നുള്ളതാണ്. അതാണ് പുതിയ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. എന്നുവെച്ചാൽ നമുക്കുണ്ടാകുന്ന രോഗങ്ങളിൽ 90% നമ്മളുടെ മാനസിക നിലയുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നർത്ഥം. ഇനിയും കുറച്ച് വ്യക്തമായി പറഞ്ഞാൽ, നമുക്കുണ്ടാകുന്ന ടെൻഷനുകൾ, സ്ട്രെസ്സുകൾ, ഡിപ്രഷനുകൾ, നമുക്കുണ്ടാകുന്ന അനാവശ്യമായ ദേഷ്യം, ഭയം, ഉത്കണ്ഠ, ഓവർ തിങ്കിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ആരോഗ്യത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുമല്ലെങ്കിൽ നമ്മളുടെ വിവിധങ്ങളായ രോഗത്തിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. വസ്തുത ഇതാണെന്നിരിക്കെ മറ്റൊരു രസകരമായ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഇന്ത്യക്കാർ, പ്രത്യേകിച്ചും മലയാളികൾ, ഇക്കാര്യത്തെപ്പറ്റിയൊന്നും യാതൊരു തരത്തിലും ബോധവാന്മാരല്ല, അല്ലെങ്കിൽ ബോധേഡല്ല എന്നുള്ളതാണ്. നമ്മുടെ ശരീരം നന്നാക്കാൻ വേണ്ടി നമ്മൾ വിവിധങ്ങളായ വ്യായാമങ്ങളൊക്കെ ചെയ്യും. മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ജിമ്മിലൊക്കെ പോയി നന്നായി കഷ്ടപ്പെട്ട് വർക്കൗട്ടുകളൊക്കെ ചെയ്യും. ചെറിയ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ പോലും പേടിച്ച് ഹോസ്പിറ്റലുകളിലേക്ക് ഓടും. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ ടെസ്റ്റുകളും ചെയ്യും. മരുന്നുകളൊക്കെ മേടിച്ച് കഴിക്കും. അതിലൊന്നും ആരും യാതൊരു തരത്തിലുള്ള പിശുക്കും മടിയും കാണിക്കാറുമില്ല. അതിലൊന്നും ആർക്കും ഒരു ചമ്മലും നാണക്കേടും മടിയുമൊന്നും തോന്നാറുമില്ല. എന്ന് വിചാരിച്ചാൽ ഒരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ലെന്നോ ടെസ്റ്റുകൾ ചെയ്യാൻ പാടില്ലെന്നോ ഡോക്ടർമാരെ കാണാൻ പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമേ ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യത്തെ പറ്റിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ശരീരത്തെ നമ്മൾ ഇത്രയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിന് ഒരു പ്രശ്നം വന്നാൽ ആരും തുടക്കത്തിലെ തിരിച്ചറിയുന്നു പോലുമില്ല എന്നുള്ളതാണ്. അഥവാ തിരിച്ചറിഞ്ഞാൽ പോലും അതിനു വേണ്ട പ്രതിവിധികൾ തേടാൻ പോലും പലർക്കും മടിയുമാണ്. അല്ലെങ്കിൽ ഉദാസീനത കാണിക്കും, അതുമല്ലെങ്കിൽ പിശുക്ക് കാണിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മാനസിക ആരോഗ്യത്തെപ്പറ്റിയും അതിന് സംഭവിക്കാവുന്ന ചില അസുഖങ്ങളെപ്പറ്റിയും അതിൻ്റെ പ്രതിവിധികളെ പറ്റിയുമാണ്. അതിനിടയിൽ ഒരു ചെറിയ കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു പോയിക്കോട്ടെ. നമ്മളുടെ ഈ ചാനലിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. മൈൻഡ് മാജിക് കമ്മ്യൂണിറ്റി എന്ന പേരിലുള്ള ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ ആ ലിങ്കിൽ ടച്ച് ചെയ്ത് ആ ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ്. നമ്മൾ നടത്താൻ പോകുന്ന വിവിധങ്ങളായ ഫ്രീ ആയിട്ടുമൊക്കെയുള്ള ഓൺലൈനും ഓഫ്ലൈനായിട്ടുമൊക്കെയുള്ള പ്രോഗ്രാമുകളെ പറ്റിയുള്ള അപ്ഡേറ്റുകളെല്ലാം ആ ചാനലിലൂടെ ആയിരിക്കും അറിയിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളുടെ മനസ്സിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നാൽ അത് വേണ്ട സമയത്ത് ചികിത്സിച്ചില്ല, അതിൻ്റെ പ്രതിവിധി കണ്ടില്ല എങ്കിൽ അത് നീണ്ടു നിന്ന് സ്ട്രെസ്സായി മാറും. ആ സ്ട്രെസ്സ് വീണ്ടും നീണ്ടു നിന്ന് അത് ഏറ്റവും അപകടകരമായ ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് പോലും എത്തിച്ചേരും എന്നുള്ളതാണ്. അങ്ങനെ അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും മെല്ലെ മെല്ലെ ബാധിച്ചു തുടങ്ങും. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ അത് ബാധിക്കും. ഓരോരോ അസുഖങ്ങൾ അല്ലെങ്കിൽ സൈക്കോസൊമാറ്റിക് ഡിസീസുകൾ വന്നുകൊണ്ടേയിരിക്കും. ഹോസ്പിറ്റലുകളിൽ നിന്ന് ഇറങ്ങാൻ പോലും നേരമുണ്ടാവില്ല.
അങ്ങനെ കുറച്ചുകൂടി കഴിയുമ്പോൾ അത് നമ്മളുടെ ബന്ധങ്ങളെ ബാധിച്ചു തുടങ്ങും. കാരണം ഇത്തരത്തിലുള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ സ്ഥിരമായി കൊണ്ടുകിടക്കുന്ന ആളുകളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ മെല്ലെ മെല്ലെ മാറ്റങ്ങൾ വന്നു തുടങ്ങും. അവർ അകാരണമായി ദേഷ്യപ്പെട്ടു തുടങ്ങും. യാതൊരു കാരണവും ഇല്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിൽ അസ്വസ്ഥത നിറയും, പെട്ടെന്ന് മൂഡ് ഓഫ് ആകും. അങ്ങനെ അത്തരത്തിലുള്ള ആളുകൾ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ മെല്ലെ മാറ്റങ്ങൾ വന്നു തുടങ്ങും. അപ്പോൾ അത് സ്വാഭാവികമായും നമ്മളുടെ ചുറ്റുമുള്ളവരെ അലോസരപ്പെടുത്തും. അവരുടെ മനസ്സിനെയും അത് മെല്ലെ മെല്ലെ ബാധിച്ചു തുടങ്ങും. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ ആരെങ്കിലും അധികകാലം സഹിച്ചു നിൽക്കുമോ? അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീണു തുടങ്ങും. അടുത്തതായി ഇത്തരത്തിലുള്ള നമ്മളുടെ മാനസികാവസ്ഥ നമ്മളുടെ തൊഴിലിനെയും നമ്മളുടെ ബിസിനസ്സിനെയും ഒക്കെ ബാധിച്ചു തുടങ്ങും എന്നുള്ളതാണ്. അസാധാരണമായ ദേഷ്യവും സങ്കടവും ഉത്കണ്ഠയും ഒക്കെ ഉള്ളപ്പോൾ നമ്മളുടെ ജോലികളിലോ ബിസിനസ്സിലോ ഒന്നും നമ്മൾക്ക് തീരെ ശ്രദ്ധിക്കാൻ പറ്റാണ്ടാവും. ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലും ജോലിയുടെ കാര്യങ്ങളിലും ഒക്കെ നമ്മളെടുക്കുന്ന ചില നിർണായക തീരുമാനങ്ങൾ ചിലപ്പം തെറ്റായെന്ന് വരാം. അതുമല്ലെങ്കിൽ യാതൊരു തീരുമാനവും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കും എത്തിച്ചേർന്നു എന്ന് വരാം. കൂടാതെ സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വന്നു തുടങ്ങും. അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ ജോലിയിലുള്ള കാര്യശേഷിയെ ബാധിച്ചു തുടങ്ങും എന്നുള്ളതാണ്, അല്ലെങ്കിൽ കാര്യശേഷി കുറഞ്ഞു തുടങ്ങും എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നമ്മളുടെ ജോലിയെ ബാധിക്കും. നമ്മളുടെ ജോലി നഷ്ടപ്പെട്ടു എന്ന് വരാം. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ കാര്യമെടുത്താൽ ബിസിനസ്സിൽ വേണ്ടത്ര ശ്രദ്ധിക്കാതെ വന്നാൽ ബിസിനസ്സിൽ വലിയ പരാജയങ്ങൾ സംഭവിക്കാം. ബിസിനസ് തകർന്നു പോകാൻ പോലും സാധ്യതയുണ്ട്. ഇതൊക്കെ ബാഹ്യമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ നമ്മളുടെ ആന്തരികമായി സംഭവിക്കുന്ന നമ്മളുടെ ബുദ്ധിമുട്ടുകളെപ്പറ്റി സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ടെൻഷൻ, സ്ട്രെസ്സ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഭയം, ദേഷ്യം എന്നീ രോഗാവസ്ഥകളൊക്കെ കൊണ്ട് എത്രയധികം ആളുകൾ ജീവിതം തകർന്നു പോയിട്ടുണ്ട് എന്നറിയാമോ? എത്രയധികം ആളുകൾ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് നരകിക്കുന്നുണ്ട് എന്നറിയാമോ? ഞാൻ ഈ പറഞ്ഞ അവസ്ഥകളൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പലരും അത് തിരിച്ചറിയുകയോ അതിനു വേണ്ട പ്രതിവിധികൾ തേടുകയോ ചെയ്യുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം. കാരണം പലർക്കും ഇതിനൊക്കെ പ്രതിവിധികളുണ്ട്, ചികിത്സയുണ്ട് എന്നുപോലും അറിയില്ല എന്നുള്ളതാണ്. എന്നാൽ അറിയുന്നവർ അതിന് മെനക്കെടാറുമില്ല. കാരണം അതെന്തോ കുറച്ചിലായിട്ടോ അല്ലെങ്കിൽ നാണക്കേടായിട്ടോ ഒക്കെയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പോലും ആളുകൾ കാണുന്നത് എന്നുള്ളതാണ്. ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഹീലറെയോ അതുമല്ലെങ്കിൽ ആവശ്യമെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെയോ ഒക്കെ കാണിച്ചാൽ എന്തോ ഒരു നാണക്കേടും ഒരു ചമ്മലും മടിയും ഒക്കെ ആയിട്ടാണ് ഈ കാലഘട്ടത്തിലും ആളുകൾ കാണുന്നത് എന്നത് വളരെ വേദനാജനകമാണ്. അത്തരത്തിലുള്ള ചില ആളുകൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരുന്നതിന് പകരം അവരുടെ അടുത്തേക്ക് അവരുടെ ഓഫീസിലോ വീട്ടിലോ അതുപോലുള്ള ഏതെങ്കിലും പ്രൈവറ്റ് പ്ലേസിലേക്കോ ചെല്ലുമോ എന്ന് ചോദിച്ച് എന്നെ വിളിക്കാറുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില സെലിബ്രിറ്റികളെയൊക്കെ അവരുടെ സ്വകാര്യതയെ മാനിച്ച് മാത്രം ഞാൻ അങ്ങോട്ട് പോയി കാണാറുമുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തിനാണ് ഇത്തരത്തിൽ നാണിക്കുകയും മടിക്കുകയും ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ്. ഒരു പനിയോ നെഞ്ചുവേദനയോ അല്ലെങ്കിൽ കരളിനോ മറ്റ് ശരീരഭാഗങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അസുഖം വന്നാൽ ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകാൻ മടിക്കാത്ത ആളുകൾ എന്തിനാണ് മനസ്സിന് ഒരു അസ്വസ്ഥത വരുമ്പോൾ അതിൻ്റെ ഡോക്ടറെയോ അല്ലെങ്കിൽ അതിൻ്റെ തെറാപ്പിസ്റ്റിനെയോ കാണാൻ പോകാൻ മടിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നതേയില്ല. രണ്ടും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഒരുപക്ഷെ ശരീരത്തെക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് അല്ലേ മനസ്സ്? മനസ്സിൻ്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ഉണ്ടായിട്ട് എന്താണ് കാര്യം? എന്നാൽ മറ്റു ചിലരുടെ പ്രശ്നം പിശുക്കാണ് കേട്ടോ. എന്നാൽ എത്ര പിശുക്കുള്ള ആളുകളും ശരീരത്തിന് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടറെ കണ്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് എല്ലാ മരുന്നുകളും കഴിച്ച് എല്ലാ കാര്യങ്ങളും ഒരു കുറവും കൂടാതെ നടത്തും. കാരണം അത് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് പ്രയാസമുണ്ടാക്കുന്ന അസുഖങ്ങളായിരിക്കുമല്ലോ. എന്നാൽ ഈ അസുഖങ്ങളൊക്കെ വരുന്നതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ കാരണമാകുന്നുണ്ട് എന്നും അത് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പലതിനെയും സൈലൻ്റായി ഓരോന്നിനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് നമ്മളുടെ ഇന്നത്തെ യഥാർത്ഥ അവസ്ഥ. നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്കൊക്കെ ശേഷം എല്ലാ ആളുകളും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ പാകത്തിലുള്ള ഒരു അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് തിരിച്ചറിയണം. അതിപ്പോൾ ഒന്നുകിൽ വർക്ക് പ്രഷർ കാരണം, അല്ലെങ്കിൽ ബന്ധങ്ങളിലുള്ള തകർച്ച കാരണം, അതുമല്ലെങ്കിൽ ഏതെങ്കിലുമുള്ള രോഗാവസ്ഥ കാരണം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം, അതുമല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ കാരണം, അതുമല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, അങ്ങനെ പറയാൻ കൊള്ളുന്നതും പറയാൻ കൊള്ളാത്തതുമായ പലതരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവരും വളരെ സമ്മർദ്ദത്തിലാണ് എന്നുള്ളതാണ്.
ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഏറ്റവും വലിയ കാര്യം, എന്തെങ്കിലും ഒരു പ്രയാസം ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ അതൊന്ന് ഷെയർ ചെയ്യാൻ പോലും കൂടെ ആരുമില്ല എന്നുള്ളതാണ്. എല്ലാവരും ബിസിയാണ്. ആർക്കും ആരെയും ഒന്ന് കേൾക്കാൻ പോലും സമയമില്ല. മനസ്സ് തുറന്ന് ആരുടെയെങ്കിലും മുമ്പിൽ ഒന്ന് കരയാൻ പോലും കഴിയാത്ത അവസ്ഥ. കുടുംബ ബന്ധങ്ങൾ ഭദ്രമല്ല, ജോലി ഭദ്രമല്ല, സൗഹൃദങ്ങളുടെ ഇടയിൽ പോലും ആത്മാർത്ഥതയില്ലാത്ത അവസ്ഥ. അത് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനിടയായി. തികച്ചും സുഹൃത്ത് എന്നൊന്നും പറഞ്ഞുകൂടാ, പക്ഷേ നല്ല പരിചയമുണ്ട് അത്ര തന്നെ. ഒരു സ്ഥാപനത്തിൽ വെച്ച് മിക്കവാറും സ്ഥിരമായി കാണാറുള്ള ഒരു സ്ത്രീ. അങ്ങനെ അവരെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അവരുടെ മുഖമൊക്കെ ആകെ മാറിയിരിക്കുന്നു. രൂപത്തിലും ഭാവത്തിലുമൊക്കെ എന്തോ ഒരു വല്ലായ്മ. ഞാൻ അവരെ കണ്ടപ്പോൾ സാധാരണ പോലെ തന്നെ ഒന്ന് വിഷ് ചെയ്തു. പക്ഷേ അവർക്ക് എന്നെ നോക്കി ഒന്ന് ചിരിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ. ഇത്തരത്തിലുള്ള ആളുകളെ സ്ഥിരം കാണുന്ന ഒരാളെന്ന നിലയിൽ എനിക്കെന്തോ ഒരു പന്തികേട് തോന്നി. ഞാൻ അവരോട് ചോദിച്ചു, എടോ താൻ ഓക്കെ അല്ലേ എന്ന്. എന്തിനധികം പറയുന്നു, ചോദിച്ച ഞാൻ ആകെ വല്ലാണ്ടായിപ്പോയി എന്നുള്ളതാണ്. കാരണം ആ പൊതുസ്ഥലത്ത് നിന്ന് പോലും അവർ വല്ലാതെ വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങി. താൻ ഓക്കെ അല്ലേ എന്ന് ഞാൻ ചോദിച്ച ആ ചോദ്യം ആരെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് വേണം ഒന്ന് കരയാനെന്ന് കാത്തിരുന്നത് പോലെയായിരുന്നു അവരുടെ ആ കരച്ചിൽ. അവരുടെ പ്രശ്നം മറ്റൊന്നുമായിരുന്നില്ല, കുടുംബ പ്രശ്നമായിരുന്നു. ഞാൻ ഒത്തിരി നേരം അവരോട് സംസാരിച്ചു, ഞാൻ അവരെ ആശ്വസിപ്പിച്ചു. അതിന് വേണ്ട പ്രതിവിധികളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ചു വിട്ടു. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമായിരുന്നില്ല. ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ആർക്കും ആരെയോ ഒന്ന് കേൾക്കാനോ ആരെയോ ഒന്ന് ആശ്വസിപ്പിക്കാനോ പോലും സമയമില്ലാണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അന്ന് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരുടെ മാനസിക നില മൊത്തത്തിൽ തകരാറിലായി അവരെന്തെങ്കിലും അരുതാത്തത് ചെയ്തേക്കാമായിരുന്നോ എന്ന് പോലും ഞാൻ പിന്നീട് സംശയിച്ചിട്ടുണ്ട്. അത്രയ്ക്കും തകർന്ന അവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷേ അവരെ ഒന്ന് കേൾക്കാൻ ആരുമില്ലായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ വിഷമം. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ഈ ജീവിത സാഹചര്യത്തിൽ, ഈ സമ്മർദ്ദങ്ങൾ നിറഞ്ഞ ജീവിത രീതിക്കിടയിൽ ഓരോ വീട്ടിലും ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു മെന്റർ വേണമെന്ന അവസ്ഥയിലായിരിക്കുന്നു. കാരണം ആർക്കും ആരെയും ശ്രദ്ധിക്കാനോ കേൾക്കാനോ ആശ്വസിപ്പിക്കാനോ പോലും സമയമില്ലാതായിരിക്കുന്നു, അല്ലെങ്കിൽ താല്പര്യമേ ഇല്ലാതായിരിക്കുന്നു. എന്നാൽ പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ആർക്കും ഇത്രയ്ക്ക് വർക്ക് പ്രഷറൊന്നും ഉണ്ടായിരുന്നില്ല. സ്മാർട്ട് ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ അതിപ്രസരത്തിന് മുൻപ് കുടുംബ ബന്ധങ്ങളിൽ ഇത്രയ്ക്കും വിള്ളലുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഫാസ്റ്റ് ഫുഡിൻ്റെയും ഈ അനാരോഗ്യമായ ജീവിതശൈലിയുടെയൊക്കെ മുമ്പ് ഇത്രയ്ക്കും രോഗാവസ്ഥകളൊന്നും മനുഷ്യന്മാർക്കുണ്ടായിരുന്നില്ല. ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ സോഷ്യൽ മീഡിയ ഒന്നും പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഇത്രയ്ക്കും ഡാറ്റാസ് ഒന്നും പ്രോസസ്സ് ചെയ്യേണ്ട ജോലി നമ്മളുടെ തലച്ചോറിനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബ്രെയിൻ സിസ്റ്റവും ഇത്രയ്ക്ക് സമ്മർദ്ദത്തിലായിരുന്നില്ല. അതും മാത്രമല്ല, പണ്ടൊക്കെ മിക്കവാറും കൂട്ടുകുടുംബങ്ങളായിരുന്നല്ലോ. അതുമല്ലെങ്കിൽ വീട്ടിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നല്ലോ. ഇന്നത്തെ പോലെ ആയിരുന്നില്ലല്ലോ. മാത്രവുമല്ല, കുടുംബത്തെ കാരണവന്മാരൊക്കെ വളരെ ആക്റ്റീവുമായിരുന്നു. ബാക്കി കുടുംബാംഗങ്ങളിലെല്ലാം അവർക്കൊരു വിലയും കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അപ്പോൾ തന്നെ കാരണവന്മാർ ഇടപെട്ട് അത് സംസാരിച്ച് പരിഹരിച്ചിരുന്നു. അല്ലെങ്കിൽ ധാരാളം കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടായാൽ അത്തരത്തിലുള്ള ആരോടെങ്കിലുമൊക്കെ അതൊക്കെ ഷെയർ ചെയ്ത് മനസ്സിനെ ശാന്തമാക്കിയിരുന്നു. എവിടെയെങ്കിലും ഒരു കുടുംബ പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ അപ്പോൾ തന്നെ അത് കാരണവന്മാരറിയും. അവർ ഇടപെട്ട് അത് സംസാരിച്ച് പരിഹരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അതല്ലല്ലോ സ്ഥിതി. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ഡൈവേഴ്സ് നോട്ടീസല്ലേ വരിക. ആർക്കും ആരോടും ഒന്നും പറയാനോ കേൾക്കാനോ ആളില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അതിങ്ങനെ നീണ്ടു നിൽക്കും. അത് പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ തേടുന്നില്ല. എല്ലാവരും സ്ട്രെസ്ഡ് ആണ് എന്നർത്ഥം. എന്നാൽ ചിലരത് നിയന്ത്രിച്ചു കൊണ്ടു നടക്കും. ചിലപ്പോൾ ചിലരുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോവുകയും ചെയ്യും. ചിലർ തക്ക സമയത്ത് ചികിത്സ തേടും. മറ്റു ചിലർ ഒന്നും ചെയ്യാതെ കൊണ്ടു നടന്ന് വഷളാക്കി ജീവിതം നശിപ്പിക്കും. അത്തരക്കാർ ജീവിതത്തിൽ എല്ലാം ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ അതിൻ്റെ ഗൗരവം തിരിച്ചറിയുകയുള്ളൂ എന്നുള്ളതാണ്. ഞാനിത് ആധികാരികമായി പറയുന്നത് എന്നെ കാണാൻ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളുമായി വരുന്നവരുടെ അനുഭവങ്ങൾ കൂടി പഠിച്ചതിന് ശേഷമാണ്. അധികം ആളുകളും പ്രശ്നങ്ങളുടെ തുടക്കത്തിൽ അലംഭാവം കാണിച്ച് ഒന്നും ചെയ്യാതെ ഇരുന്ന്, ആരെയും കാണിക്കാതെ ഇരുന്ന്, അവസാനം സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ടുന്ന അവസ്ഥയിലെത്തി ഡിപ്രഷൻ്റെ അങ്ങേയറ്റത്തെത്തിയതിന് ശേഷമൊക്കെ ആയിരിക്കും എന്നെ കാണാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഇത്ര വ്യക്തമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാം വഷളാവാൻ കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രതിവിധികൾ തേടുക എന്നത് മാത്രമാണ് ഏകമാർഗം. അതിൽ യാതൊരു മടിയോ നാണക്കേടോ പിശുക്കോ ഒന്നും കാണിക്കരുത്. അതിനു പകരം ജീവിതത്തിൽ സന്തോഷം എന്തെന്നറിയാതെ, മനസമാധാനം എന്തെന്നറിയാതെ, ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ സഹിച്ച് വരദാനമായി ലഭിച്ച ഈ ജന്മം, ഈ ജീവിതം ഇങ്ങനെ നരകിച്ചു തീർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല.
എല്ലാത്തിനും പ്രതിവിധികളുണ്ട് എന്ന് മനസ്സിലാക്കുക. പക്ഷേ ആ പ്രതിവിധികൾ നിങ്ങളെ തേടി വരില്ല. നിങ്ങൾ ആ പ്രതിവിധികളെ അന്വേഷിച്ച് അങ്ങോട്ട് പോകേണ്ടതായിട്ട് വരും. ഓർമ്മിക്കുക, ഞാൻ വീണ്ടും പറയുന്നു, ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മനസ്സിൻ്റെ ആരോഗ്യവും. ശരീരത്തിന് ലഭിക്കുന്ന അതേ പരിചരണം മനസ്സിനും ലഭിക്കേണ്ടതായിട്ടുണ്ട്. ശരീരത്തിന് വയ്യായിക വരുമ്പോൾ ചികിത്സിക്കുന്ന പോലെ തന്നെ മനസ്സിന് വയ്യായിക വന്നാലും ചികിത്സിച്ച് ഭേദമാക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി മാനസിക ആരോഗ്യ വിദഗ്ധന്മാരെയോ ഹീലർമാരെയോ സമീപിക്കാൻ മടിക്കുകയേ ചെയ്യരുത്. എല്ലാറ്റിനും പരിഹാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും വെച്ചു താമസിപ്പിച്ച് വഷളാക്കാൻ കാത്തു നിൽക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.